പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. ഈശോയുടെ സ്നേഹം നിറഞ്ഞവരെ, ഉയർപ്പ് കാലത്തിന്റെ 4-ാമത്തെ വെള്ളിയാഴ്ചയാണെന്ന് വിശുദ്ധ യോഹന്നാൻ അറിയിച്ച സുവിശേഷം 3-ാം അധ്യായം 1 മുതൽ 12 വരെ വാക്യങ്ങൾ നമ്മൾ ഇന്ന് പരിശുദ്ധ കുർബാനയിൽ വായിച്ച് ധ്യാനിക്കുന്നു. ഈശോയും നിക്കോദേമോസും തമ്മിലുള്ള സംഭാഷണമാണ് ഇന്നത്തെ പ്രതിപാദ്യ വിഷയം. ഈശോയുടെ ഒരു രഹസ്യ ശിഷ്യനായി കഴിഞ്ഞിരുന്ന, എന്നാൽ സ്വർഗത്തെക്കുറിച്ച് ഈശോയെക്കുറിച്ച് അറിയാൻ ആഗ്രഹിച്ചിരുന്ന ഒരു മനുഷ്യൻ ഈശോയുടെ അടുത്ത് എത്തുന്നതും ഈശോയോട് അദ്ദേഹത്തിന്റെ സംശയങ്ങൾ ചോദിക്കുന്നതുമാണ് ഇന്നത്തെ തിരുവചനത്തിലുള്ളത്. നിക്കോദേമോസ് ഈശോയെ കാണുമ്പോൾ തന്നെ ഈശോയെക്കുറിച്ച് അതിപ്രധാനമായ ചില വെളിപ്പെടുത്തലുകൾ നടത്തുന്നു. അദ്ദേഹത്തിന്റെ ആമുഖ വാക്യങ്ങൾ അതാണ്. ഈശോയെക്കുറിച്ചുള്ള ചില സുപ്രധാനമായ വെളിപ്പെടുത്തലുകളാണ്. ഏറ്റവും പ്രധാനപ്പെട്ട ചില സത്യങ്ങൾ അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെയാണ്. ഒന്ന്, അങ്ങ് ദൈവത്തിൽ നിന്ന് വന്ന ആളാണ്, അങ്ങ് ദൈവത്തിൽ നിന്ന് വന്ന ഒരു ഗുരുവാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. രണ്ടാമത് അദ്ദേഹം പറഞ്ഞ കാര്യം, ദൈവം കൂടെ ഇല്ലെങ്കിൽ ആർക്കും ഈ വലിയ കാര്യങ്ങൾ, ഈ ദൈവികമായ പ്രവൃത്തികൾ ചെയ്യുക സാധ്യമല്ല. ഈശോയുടെ ദൈവത്വത്തെ വെളിപ്പെടുത്തുന്ന വാക്കുകളായിരുന്നു നിക്കോദേമോസിൻ്റെത്. അതുകൊണ്ട് തന്നെ ഈശോയെക്കുറിച്ചുള്ള ഏറ്റവും നല്ല 2 വിവരണങ്ങൾ, വിശദീകരണങ്ങളായിരുന്നു നിക്കോദേമോസ് പറഞ്ഞത്. ഉടനെ മറുപടിയായി ഈശോ നിക്കോദേമോസ് ഉൾപ്പെടുന്ന മനുഷ്യവർഗത്തെ സംബന്ധിക്കുന്ന, മനുഷ്യനെ സംബന്ധിക്കുന്ന ഏറ്റവും സുപ്രധാനമായ ചില കാര്യങ്ങൾ പറയുന്നു. അതിങ്ങനെയാണ്: ജലത്താലും ആത്മാവിനാലും ഒരാൾ ജനിക്കുന്നില്ലെങ്കിൽ ആർക്കും സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുക സാധ്യമല്ല. ഈ ഭൂമിയിലെ ഒരു മനുഷ്യ ജീവിതത്തിന്റെ പൂർത്തി, അല്ലെങ്കിൽ അതിന്റെ സാഫല്യം, അല്ലെങ്കിൽ അതിന്റെ ഏറ്റവും സുപ്രധാനമായ ലക്ഷ്യം സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുക എന്നുള്ളതാണ്. ഈശോയെക്കുറിച്ച് പരമമായ ചില സത്യങ്ങൾ, ഏറ്റവും സുപ്രധാനമായ ചില കാര്യങ്ങൾ നിക്കോദേമോസ് പറഞ്ഞപ്പോൾ, നിക്കോദേമോസിനെ കുറിച്ച്, മനുഷ്യനെ കുറിച്ച് ഈശോ ഏറ്റവും സുപ്രധാനമായ ചില കാര്യങ്ങൾ പറയുന്നു. നമ്മുടെ മാമോദീസായുടെ പ്രാധാന്യം ഒരിക്കൽ കൂടി നമ്മുടെ മനസ്സിലേക്ക് കൊണ്ടുവരാൻ ഇന്നത്തെ തിരുവചനം നമ്മളെ സഹായിക്കണം. നമ്മുടെ സ്വർഗരാജ്യ പ്രവേശനത്തിന്റെ ആദ്യ പടിയാണ്, തുടക്കമാണ് നമ്മൾ ജലത്താലും ആത്മാവിനാലും ജനിക്കുന്ന നമ്മുടെ മാമോദീസ എന്ന് നമുക്കറിയാം. മാമോദീസ മാത്രമല്ല, ഓരോ കൂദാശയും ദൈവരാജ്യ പ്രവേശനത്തിന് നമ്മുടെ ജീവിതത്തിന്റെ ഓരോ ഘട്ടങ്ങളിൽ നമ്മളെ നയിക്കുന്ന പ്രധാനപ്പെട്ട വാതിലുകളാണ്. കൂദാശകളെ, അതിന്റെ പ്രാധാന്യത്തെ കൂടുതൽ ഗൗരവത്തോടെ കാണാനും മനസ്സിലാക്കാനും, അത് കൂടുതൽ പ്രാധാന്യത്തോടെ, കൂടുതൽ ആഴമുള്ള വിശ്വാസത്തോടെ സ്വീകരിക്കുവാനും ഇന്നത്തെ ഈ നിക്കോദേമോസിന്റെ സാക്ഷ്യവും ഈശോയുടെ മറുപടിയും നമ്മളെ ഓർമ്മിപ്പിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവായ ഈശോയെ, ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു, നന്ദി പറയുന്നു. സ്വർഗത്തിലേക്കുള്ള, നിത്യജീവിതത്തിലേക്കുള്ള വഴിയും വാതിലുമായി ഞങ്ങൾക്ക് സഭയിൽ 7 വിശുദ്ധ കൂദാശകൾ നൽകിയ അങ്ങയുടെ അനന്ത കരുണയെ ഞങ്ങൾ വാഴ്ത്തുന്നു. കർത്താവെ, ആ വിശുദ്ധ കൂദാശകൾ അങ്ങയെ തന്നെ, സ്വർഗത്തെ തന്നെ ഞങ്ങൾക്ക് നൽകുന്ന വഴികളാണെന്നും വാതിലുകളാണെന്നും മനസ്സിലാക്കാനും, ആ പ്രാധാന്യം മനസ്സിൽ സൂക്ഷിച്ചുകൊണ്ട് സാധിക്കുന്ന അവസരങ്ങളിലെല്ലാം ഏറ്റവും വിശുദ്ധമായ ഹൃദയത്തോടെ ആ വിശുദ്ധ കൂദാശകൾ സ്വീകരിച്ച് ഞങ്ങളുടെ സ്വർഗത്തിലേക്കുള്ള വഴി ഞങ്ങൾക്ക് ഉറപ്പിക്കുവാനുമുള്ള അനുഗ്രഹം എപ്പോഴും നൽകണമേ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടുകൂടെയും നമ്മുടെ ഭവനങ്ങളിലും ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.